നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇതുവരെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ എന്നിവർ മുഴുവൻ ആളുകളും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതൊരു ഇമ്പോർട്ടൻറ്റ് രേഖയായിരുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് രേഖ ഒന്നും കൊടുക്കാതെ തന്നെ അന്ന് നമുക്ക് ആധാർ കാർഡ് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും അന്ന് കയ്യിലുള്ള ഏതെങ്കിലും രേഖ വെച്ചായിരിക്കും അന്ന് ആധാർ കാർഡ് എടുത്തത്. അത് നമ്മുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും ചിലപ്പോൾ ക്ലിയർ ആയിരുന്നില്ല. ഒട്ടുമിക്ക ആളുകൾ നമ്മുടെ വോട്ടർ ID കാർഡ് വെച്ചായിരുന്നു ആധാർ കാർഡ് എടുത്തത്. നമുക്കറിയാം, നമ്മുടെ പഴയ വോട്ടർ ID കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലായിരുന്നു, നമ്മുടെ വയസ്സ് മാത്രമായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിൽ 35 വയസ്സിൽ 40 വയസ്സെന്ന് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുടെയും വോട്ടർ ID കാർഡിൽ അന്ന് സർനെയിമില്ലായിരുന്നു, പേര് മാത്രമായിരുന്നു ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൽ വന്ന് നമ്മൾ കൊടുത്ത സമയത്ത് നമ്മുടെ പേര് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ആധാർ കാർഡ് ഇത്രയും ഇമ്പോർട്ടൻറ്റ് രേഖയായത്. എന്ത് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ആധാർ നിർബന്ധമാവുകയും ആധാറിലെ പേരും ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആവുകയും ചെയ്തു. പക്ഷേ ഒട്ടുമിക്ക ആളുടെയും ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തിലെ ജനനത്തീയതി എന്ന് പറയുന്നത് 1/1/2000 സംതിങ് ആയിരിക്കാം, അല്ലെങ്കിൽ 1/1 തുടങ്ങുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. പിന്നീട് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേര്, അഡ്രസ്സ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം അപേക്ഷ കൊടുത്ത് നിർബന്ധമായും ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകൾക്കാണ് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം അവർ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് പഴയ രേഖയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം അവർ ഒട്ടുമിക്ക ആളുകളും ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവരായിരിക്കും. ആധാർ നമ്പർ വെച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആധാറിലെ ഈ ജനനത്തീയതി, പേരിൻ്റെ മാറ്റങ്ങൾ, ഒട്ടുമിക്ക കാര്യങ്ങളും ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ശ്രദ്ധിക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി.